ഈ നമ്മുടെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത് ഞാനാണ് ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ പ്രലോഭനം എല്ലാം കൂടി ഇങ്ങനെ കാക്കയെപ്പോലെ ആർത്തിരമ്പണത് ഇവിടെയാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നെ ദൈവമാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ നോക്കുമ്പോൾ എന്താണ്, ഇവരുടെ പ്രൊഫഷനിൽ ഇവർ ഓക്കെയാണ്, എക്സ്പീരിയൻസ് ഓക്കെയാണ്, പ്രൊഫഷൻസി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. എന്താണ്, ഈ വിഷയത്തിൽ ഇവരാണ് ദൈവം. പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോഴാണ് ജോത്സന ഒരു പ്രശ്നം കേൾക്കണത്, സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന്. സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതിന് ഉടമ്പടിയിൽ മാത്രമേ, ഇപ്പോൾ നൊവേന കൂടിയ സ്റ്റാറ്റസ് ലോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതൊരു സിമ്പിൾ വോക്കൽ പ്രെയറാണ്. ഇത് ഉടമ്പടി അങ്ങനെയല്ല, ഇത് പ്രോജക്റ്റ് പ്രെയറാണ്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് പ്രെയറാണ്, പക്ഷെ പ്രോജക്റ്റ് പ്രാർത്ഥനാ പദ്ധതിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ലോയും കണ്ടൻറ്റാണ് കിടക്കുന്നത്. കാരണം പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ തകർന്നു പോയാൽ അവന് സെൽഫ്, ഇപ്പോൾ ടെർമിനേറ്റർ ഫിലിമൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ്, തകർന്നു പോയി, അവനെ ഇട്ടിച്ച് ലേസർ ബോംബ് കൊണ്ട് അടിച്ച് തകർത്ത് കഴിഞ്ഞിട്ട് ടെർമിനേറ്ററിൻ്റെ ആ റോബോട്ട് ഇങ്ങനെ തകർന്നിട്ട് തുള്ളിയായിട്ട് ഇങ്ങനെ മെർക്കുറി തുള്ളിയായിട്ട് കിടക്കും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ മെർക്കുറി തുള്ളികളെല്ലാം കൂടി തമ്മിൽ ചോദിച്ച് ആ ടെർമിനേറ്ററായിട്ട് പിന്നെയും വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരാൾ തകർന്നു പോയാൽ ഒരാളെ തിരിച്ച് പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് സ്റ്റാറ്റസ് ലോയിങ് എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ജോൺസൺ അത് കേട്ടിട്ട് പറഞ്ഞ് ബിബിൻ ഡോക്ടറിനോട് പറയും, നമ്മൾ ഡോക്ടേഴ്സാണ്, പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്താൽ നമ്മളുടെ മെറിറ്റിലല്ലാതെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഗ്രേസിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത് സ്റ്റാറ്റസ് ലോയിങ്ങിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഗ്രേസ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ലോ ചെയ്യണം. അപ്പോൾ അവർ രണ്ടുപേർക്കും കൂടി, അവർ രണ്ടുപേരും നല്ല വിശ്വാസികളാണ്, അതാണ് ഏറ്റവും ബേസിക് ഗുണം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി നടുറോട്ട നിന്നുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. മലേഷ്യയിൽ ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി നടുറോട്ട ഇരുന്നുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ, നിങ്ങൾ ഡോക്ടറല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലെന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ വരും ചെയ്യുക. ഇതൊക്കെ നമ്മൾ റീസണല്ല ഉപയോഗിക്കണം, സയൻറ്റിഫിക് മേഖലയല്ല വർക്ക് ചെയ്യണത്, ശാസ്ത്രം പറയണതല്ലേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഡോക്ടേഴ്സൊക്കെ വന്നു വെച്ചാൽ ഇവരോട് പറയും, നിങ്ങളിത് വിഡ്ഢിയാന്മാരെ, എന്തെങ്കിലും ഇത്രയും അധപ്പതിച്ച എന്താ കാര്യം, ഇതിങ്ങനെ ഒരു വിവരമില്ലാത്തവന്മാരല്ലേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ സ്ക്രൂ കയറ്റിയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. എൻ്റെ ക്ലാസ് അവർക്ക് കൃത്യമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ വരണം. നമ്മൾ അതായത് ദൈവം നോക്കണത് എങ്കിലും നീ എൻ്റെ നാമത്തെ, ആൾക്കാരിങ്ങനെ ഓരോ തോന്നിവാസമൊക്കെ പറഞ്ഞ് നമ്മൾ ഇടിച്ചു താത്താൻ നോക്കി, നമ്മളെ എങ്കിലും ടേക്ക് ദ ബെഡ് അപ്പ്. വെളിപാട് 3:8. വെളിപാട് 3:8. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. കണ്ട, അതാ വിഷയം. നോക്കി, വെളിപാട് 3:8 എന്താണ്? ഒന്നേറ്റ് പറഞ്ഞ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ദൈവം അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. കൈയടിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാം, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ചെയ്യാൻ പോകുന്നു, ചെയ്യാൻ പോകുന്നു, വിശ്വസിക്കാത്ത ദൈവം ചെയ്യാൻ പോകുന്നു, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് മാനേജ് ചെയ്യപ്പെടത്തില്ലെന്നല്ല, അത് കർത്താവ് മാനേജ് ചെയ്യുന്നതാണ്. ആർക്കും പൂട്ടാനാകാത്തൊരു വാതിൽ. അതായത് നിങ്ങളുടെ നിയമങ്ങൾക്കോ, നാട്ടിലെ നിയമങ്ങൾക്കോ, നിങ്ങളുടെ ശത്രുക്കൾക്കോ, നിങ്ങൾക്ക് പാരയെ സൂചി വെക്കുന്നവർക്കോ ആർക്കും പൂട്ടാനാവാത്തൊരു വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുന്നു.
അടുത്ത വചനം എന്താണ്? നിന്റെ ശക്തി പരിമിതമാണ്. നിന്റെ ശക്തി പരിമിതമാണ്. ഐ നോ ഇറ്റ്. എങ്കിലും നീ എന്റെ വചനം കാത്തു. അതാണ് പറഞ്ഞത്. അപ്പം നിന്റെ മെരിറ്റ് ചില സമയത്ത് പരിമിതമാകാം. പിന്നെ എന്താണ് ആ വാക്കിന് പ്രാധാന്യം എന്താണെന്നറിയാവോ? എങ്കിലും. പറഞ്ഞേ, എങ്കിലും. ഇത് ഏത് വചനമാ? വെളിപാട് 3:8. അതിനകത്തുള്ള വാക്യതാണ് പ്രധാനപ്പെട്ടത്. എങ്കിലും. അതാണ് ഇപ്പം ഈ ഡോക്ടറിനെ, ജോൾസനെ, ബിബിനെ മുമ്പിൽ വന്നിട്ട് അവരുടെ കൂട്ടുകാർ ഡോക്ടർ പറയുകയാണ് വെളിവ് പോയി അറിയില്ലേ പോയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലേ? ഇങ്ങനെയൊക്കെ വലുതൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ റോഡിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കൊടുക്കുന്നത്, മതത്തിൻ്റെ പുറകെ പോകണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുക്തിവാദികളായ ഡോക്ടർ ഇവരെ കുത്തിപ്പ് സംസാരിക്കും. അപ്പോഴും അവരത് മാറത്തില്ല. എങ്കിലും പറഞ്ഞു കേട്ടില്ലേ? ഇത് നമുക്ക് വേണ്ടതാണ്. ഇങ്ങനെ ആൾക്കാർ പറയണം, പറഞ്ഞിട്ട് നമ്മൾ നിലനിൽക്കണം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇതുപോലെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണം. നമ്മുടെ വീട്ടുകാർ വിശ്വാസം ചിലപ്പോൾ സമയത്ത് നമ്മളെ കുത്തിപ്പറയും, വിശ്വാസത്തിന് തള്ളിപ്പറയും. ഇതെല്ലാം കൊള്ളാം, അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകണേ അമ്മമാർ പറയും. ഇപ്പം തന്നെ ബിബിനോട് ജോത്സനൊക്കെ ഒരു പരിപാടിയുണ്ട്, രാത്രി ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് സങ്കടം വരും. അപ്പോൾ ജോത്സനെ രാത്രി എങ്കിലും ഇത് കേൾക്കാൻ പാടില്ലാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. ആരാണ്? അപ്പം വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് കൃപാസന സാക്ഷ്യം കേൾക്കുകയാണ്. അപ്പോൾ ജോത്സനോട് ബിബിൻ ചോദിക്കും, എൻ്റെ ജോത്സനെ രാത്രിയെങ്കിലും നീ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലേ സാക്ഷ്യം എന്ന് ബിബിൻ ചോദിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്, ഇവരിതിൽ നിന്നാണ് സർവേ ചെയ്ത് വരണത്. അപ്പം ബിബിനത് മനസ്സിലായിട്ടില്ല, ബിബിൻ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ബിബിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പത്രം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ വിളിച്ച്, ഒരു ഹോസ്പിറ്റൽ, അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ ഇവർ ഈ കുഞ്ഞുങ്ങളുടെ ഇതിന് അവർക്ക് ജോലി കിട്ടി, പക്ഷേ ഇയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല, വിപിന് ജോലി കിട്ടിയിട്ടില്ല. ഈ വിപിനെ വിളിച്ചപ്പോൾ എന്താ പ്രസവിച്ചതിന് ഹയസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ കുഞ്ഞുങ്ങളുടെ തന്നെ പൾമണോളജിസ്റ്റുകൾ ICU ഇൻറ്റൻസീവ് കെയറിലുള്ള ആളാണ്, അതിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നമ്മളെപ്പോലെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയല്ല അവർ ആളെ എടുക്കുന്നത്, ഒരു പാനലാണ്. അത് പ്രൈവറ്റിൽ അങ്ങനെ ഇല്ല. ഇവിടെയൊക്കെ പ്രൈവറ്റുകാർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഹോസ്പിറ്റലിലൊക്കെ ആളെ എടുക്കാൻ പറ്റും. മലേഷ്യയിൽ പറ്റത്തില്ല. മലേഷ്യയിൽ ഇതുപോലെ ICU ഇൻറ്റൻസീവ് കെയറിലേക്ക് പോകുന്ന ഹൈ ടെക്നീഷ്യനൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പാനലുണ്ട്, അത് സയൻറ്റിസ്റ്റുകളായിരിക്കും മിക്കവാറും. ആ മേഖലയിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആ പാനലിൻ്റെ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്ക് ബിബിൻ മറുപടി പറയണം. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ബിബിനോട് ജോത്സന പറയും, നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഇത്തിരി ഉപ്പ് അവരുടെ കോലായിലിടാം, മലേഷ്യയിൽ അവിടെ കൊണ്ട് കുറച്ച് ഉപ്പ് ഇടണം, ഇത് വിശ്വപ്രമാണം ചെല്ലണം, കുറച്ച് ഉപ്പ് പോക്കറ്റ് ഇടണം. അപ്പോൾ പറയും ജോത്സന, ഞാൻ അവിടെ കൊണ്ട് ഇടാം, പക്ഷേ എൻ്റെ പോക്കറ്റ് ഇടേണ്ട കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഇത് ആപ്ലിക്കേഷൻസാണ്. ഇവർ ഡോക്ടേഴ്സായത് സയൻറ്റിഫിക് പ്രൊഫൈലായ കാരണം ഇവർക്ക് കാര്യങ്ങളറിയാം, റീസണബിളായിട്ട് കാര്യങ്ങളറിയാം. പക്ഷേ ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ചളിപ്പുണ്ട് അവർക്ക്. എന്നാലും ജോസഫ് അതവിടെ കിടക്കട്ടെ, ആവശ്യം ഉണ്ടാവും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് പറയണത്, ഉപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് നിങ്ങൾ പറയണ ഉപ്പല്ല ഇത്. ഇവിടുന്ന് നിങ്ങളത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് സംഭവം. നമുക്ക് മെറിറ്റ് പോകത്തില്ലേ. നമ്മുടെ ഓപ്ഷൻ എന്താ? എമർജൻസി. ഇപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ എമർജൻസി അല്ലേ ഓപ്ഷൻ ഇല്ലേ? അപ്പം മെറിറ്റ് പോയി കഴിഞ്ഞാൽ ഉടനെ ഗ്രേസാണ് ഓപ്ഷൻ. ഗ്രേസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈയും കാലും പൊക്കിയിട്ട് നമ്മൾ നമ്മൾ കൈ പൊക്കിയിട്ട് പട്ടാളക്കാർ യുദ്ധം തോക്കുമ്പോൾ എന്താ പറയണത്? കൈ പൊക്കും അല്ലേ? യുദ്ധം പൊക്കിയിട്ട് തോക്ക് താഴെ വെച്ചിട്ട് കൈ പൊക്കും. അതുപോലെയുള്ള പരിപാടിയാണ് ഉപ്പിടൽ. എന്ന് വെച്ചാൽ എൻ്റെ മെറിറ്റ് തീർന്ന് ഇനി നീ മാത്രമേ എനിക്കുള്ളൂ, ഇനി നീ മാത്രമേ ഉള്ളൂ. അതാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവകാശമാണ്. കർത്താവാണ് എൻ്റെ അവകാശം, എൻ്റെ മെറിറ്റായിരുന്നു എൻ്റെ അവകാശമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എൻ്റെ പ്രൊഫഷൻ,
എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പ്രൊഫഷൻസി, എൻ്റെ ഇൻ്റർനാഷണൽ ഫോറങ്ങളിലുള്ള എൻ്റെ ആർട്ടിക്കിളിൻ്റെ പ്രസിദ്ധീകരണമൊക്കെയാണ് എൻ്റെ മെറിറ്റ്. ആ മെറിറ്റ് ഇവിടെ ഡൈ ഔട്ടായി പോയി. ഇനി എന്താണ്? ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ. അത് ഞാൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ് ഈ ഉപ്പ് ഇംപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇനി എൻ്റെ അവകാശം എൻ്റെ മെറിറ്റല്ല, എൻ്റെ അവകാശം എൻ്റെ കർത്താവാണ്. കർത്താവ് വിചാരിച്ചാൽ ഞാനിവിടുന്ന് രക്ഷപ്പെടത്തുള്ളൂ. അതാണ് വിഷയം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സിൽജ ടെൻസൺ, ഭർത്താവ് ടെൻസൺ, മക്കൾ അനോൾഡ് അൽഗ. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂൺ 17 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ 2021 ഡിസംബർ 27 പുറത്തേക്ക് പോകാൻ നോക്കി, ഇറ്റലിക്ക് പോകാൻ നോക്കിയതാണ്. ജർമ്മനി വരെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. തിരിച്ച് വരേണ്ടി വന്ന് ഒമിക്രോണിൻ്റെ സമയമായിരുന്നു. പിന്നെ പേപ്പർ വർക്കൊന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല. എനിക്ക് 5.5 ലക്ഷം രൂപ എനിക്ക് നഷ്ടമായി. മൊത്തം 7.5 ലക്ഷം രൂപയായി. പക്ഷേ ഏജൻറ്റ് അറിഞ്ഞിട്ട് 2 ലക്ഷം രൂപ എനിക്ക് തന്ന്. അങ്ങനെ 5.5 ലക്ഷം രൂപ എൻ്റെ പോയി. എനിക്ക് ഭയങ്കര വിഷമായി. 7.5 ലക്ഷം രൂപ ശരിക്കും ചിലവായി. ഏജൻറ്റ് അറിഞ്ഞിട്ട് 2 ലക്ഷം രൂപ തന്ന് 5.5 ലക്ഷം രൂപ എൻ്റെ പോയി. അപ്പോൾ പോയത് വീട്ടിലുള്ള വേറെ കുറേ കടബാധ്യതകളൊക്കെ ഉണ്ടായി. അത് മാറാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ഇപ്പോൾ മൊത്തം കടത്തോട് കടായി. അങ്ങനെ ഭയങ്കര നിരാശയായി. ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. 3-4 മാസം ഞാൻ അകത്തന്നെ നിരാശയോടെ വിഷമിച്ച് ഇരുന്ന്. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു 6 വീടപ്പുറം ഒരു ചേച്ചി എനിക്കൊരു പത്രം തന്നിട്ട് പറഞ്ഞ്, കൃപാസനത്തിൽ പോസിൽജെ ഉടമ്പടി എടുക്കുക, എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞ്. അതിന് മുന്നായിട്ട് എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പ്രസൻറ്റേഷൻ കോളേജിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, മൈക്രോബയോളജി ലാബിൽ ഞാൻ ലാബ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യായിരുന്നു. ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇറ്റലിക്ക് പോകാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അമ്മ മാതാവേ, ജോലിയും പോയി, പൈസയും ഇറ്റലിക്ക് പോകാനും പറ്റിയില്ല, ഉണ്ടായ കാശും പോയി, കടങ്ങളൊക്കെ. അങ്ങനെ നിരാശയിലിരിക്കുമ്പോൾ ഇവിടെ വന്ന് 2022 ജൂൺ 17 ഉടമ്പടി എടുത്തിട്ട് ഞാൻ വീണ്ടും 40,000 രൂപ വേറൊരു ഏജൻറ്റിന് കൊടുത്ത്. അങ്ങനെ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം 30,000 കിട്ടി. 10,000 അവർ തരാമെന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് തോന്നി ഉടമ്പടി എടുത്തിട്ടും പുറത്തേക്ക് പോകാനുള്ളത് ചിലപ്പോൾ നല്ലതിനായിരിക്കുള്ളൂ. പിന്നെ ഞാൻ വെച്ചില്ല. നാട്ടിൽ അങ്ങനെ ഞാൻ എംപ്ലോയ്മെൻറ്റിൽ പോയി ചോദിച്ചു, സാർ എന്തെങ്കിലും ഒരു ജോലി. അവിടെ നിന്നും എന്നെ അവർ പറഞ്ഞു, നിങ്ങളെക്കാളും സീനിയോറിറ്റി ഉള്ളവർക്ക് കിട്ടിയില്ല, പിന്നീട് നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ അവിടെ നിന്നും വിഷമിച്ച് പോന്നു. അന്ന് വൈകുന്നേരം അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഒരു ജോലി മാതാവേ, എല്ലാ വഴികളും എനിക്ക് അടഞ്ഞല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഈ കോളേജിൽ എനിക്ക് ചിലവരോടൊക്കെ ഒരു വിഷമവും ദേഷ്യവും. അപ്പോൾ ഫോൺ നമ്പർ ഉള്ളവരോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു, സ്നേഹമായി. പിന്നെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച്. അങ്ങനെ പിറ്റേ ദിവസം എനിക്കൊരു അമ്മ മാതാവ് വിളിപ്പിച്ചേക്കാണ്. എൻ്റെ കൂടെ മുൻപുണ്ടായിരുന്ന ഒരു കുട്ടി വിളിച്ചേക്കാണ്, സിൽജെ അവിടേക്ക് നിനക്ക് പകരമുണ്ടായി, കുട്ടിക്ക് വേറൊരു ജോലി കിട്ടി, പോയില്ല, തിരിച്ച് വന്നൂടെ. അപ്പം ഞാൻ മാതാവ് എനിക്ക് ഞാൻ അവിടെ പോകാൻ പറ്റും, ഞാൻ റിസൈൻ ചെയ്തൊക്കെ. പക്ഷേ എൻ്റെ ഉള്ളിൽ പറയേണ്ടത് കിട്ടും, പോ. ഞാൻ അങ്ങനെ ഉടമ്പടി കാശ്രൂപൂട്ട് മാനേജർസിനെ കണ്ടു. ഉപ്പ് കൈ പിടിച്ചിട്ടുണ്ടായി. ഞാൻ കോളേജിൻ്റെ വാതിക്കെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ അർഹതയാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കണേ, എൻ്റെ അവസ്ഥ മാതാവിന് അറിയാലോ. അങ്ങനെ സഞ്ചാരി മാതാവ് അച്ഛനിലൂടെ മാനേജർ അച്ഛനപ്പനോട് പറഞ്ഞു, ഉറപ്പൊന്നും നോക്കട്ടെ, ഒരു മീറ്റിംഗ് കൂടുണ്ട്, 10 വർഷമായി വേറൊരു കുട്ടിയുണ്ട് ഈ ലാബിൽ, ആളെ ഇങ്ങടാക്കാനും നോക്കട്ടെ, ഒരു മീറ്റിംഗ് കൂടാന്ന് പറഞ്ഞു. പക്ഷേ ഒരു ടീച്ചർ വഴി മാതാവ് ആ ടീച്ചറിലൂടെ പ്രവർത്തിച്ച് എന്നെ തന്നെ മാനേജർ അച്ഛനും ടീച്ചറും അവരിലൂടെ സഞ്ചാരി മാതാവ് പ്രവർത്തിച്ച് എന്നെ തന്നെ എടുത്ത് അങ്ങനെ ഞാൻ ആ ലാബിൽ ജോലി ചെയ്യണം. അങ്ങനെ എൻ്റെ 1ാമത്തെ സാക്ഷ്യം റിസൈൻ ചെയ്ത കോളേജിൽ തിരിച്ചു കയറാൻ പറ്റിയത്. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, ആ കോളേജിൽ ഞാൻ മുന്നത്തേക്കാളധികം സന്തോഷത്തോട് ജോലി ചെയ്യണ്. ഈ ജനുവരി 13 എൻ്റെ ഭർത്താവ് ഇവിടെ നിൽക്കുന്നത് മരണത്തിൻ്റെ അടുത്തെത്തി എൻ്റെ ഭർത്താവാണ്. ജനുവരി 13 എനിക്കൊരു ഫോൺ കോൾ വരെയാണ്. ആൾ വിളിക്കുകയാണ്, എപ്പോഴും എൻ്റെ ഭർത്താവിനോട് ഒരു വേദനയുണ്ട്, പുറം വേദന. അപ്പം ഞങ്ങൾ ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു, അസുഖങ്ങളില്ലാതെ എൻ്റെ ഭർത്താവിന് പണിയെടുക്കാൻ പറ്റണേ മാതാവേ. പിന്നെ ഈ ജവമാല റാലിക്ക് ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഭർത്താവ് ഈ പ്രാവശ്യം വന്നിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി നിയോഗം വെച്ച് എൻ്റെ ഭർത്താവിന് പണിയെടുക്കാനുള്ള ആരോഗ്യം ആയുസം കൊടുത്തേക്കണേ, അസുഖങ്ങൾ ഉണ്ടാവല്ലേ. പിന്നെ ഒരു ദിവസം ഞാനിവിടെ കൊണ്ടുവന്നിരുന്നു മാതാവിൻ്റെ തൈലം നിലവിളക്കിലൊക്കെ പറ്റി, കഴുത്തിലും പുറകിലും കാലുമൊക്കെ പറ്റി പ്രാർത്ഥിച്ചു, മാതാവേ നീ ഏറ്റെടുക്കണം ആ വേദന. അങ്ങനെ ജനുവരി 13 ആ വേദന ആളുടെ നാവ് കുഴയുണ്ടായി. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അന്ന് അവിടെ കാർഡിയോളജി ഡോക്ടർ ഉണ്ടായി തന്നെ മാതാവിൻ്റെ ഇടപെടൽ. അങ്ങനെ അവിടെ നിന്ന് ECG റിസൾട്ട് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് കൂടിയുള്ള ആ ചേട്ടൻ്റെ പെങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഡോക്ടർക്ക് വിട്ടുകൊടുത്ത ആ റിസൾട്ട്. അപ്പോൾ ആ ഡോക്ടർ സഞ്ചാരി മാതാവ് ഡോക്ടറെ പിടിച്ചു നിർത്തി, ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നിന്ന ഡോക്ടറാണ്. ഈ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ ചോദിച്ചത്, ഈ മനുഷ്യൻ എവിടെ, ഡേഞ്ചറസ് ആണ്, ഇപ്പം തന്നെ എത്തണം. മാളേന്ന്
തൃശ്ശൂർക്ക് ഒരു 46-45 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്ക് ആ ചേട്ടൻ വഴി ചേച്ചിനെ വിളിക്കാൻ പറ്റിയതും അപ്പോളോയിലേക്കാണ് അവർ പോകാൻ പറഞ്ഞത്. സാമ്പത്തികം വളരെ മോശമാണ്. മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ആ ചേച്ചിനെ വിളിക്കാൻ തോന്നിയതും ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ പിടിച്ചു നിർത്തിയതും ആംബുലൻസ് ആണെങ്കിൽ 80 കട്ടാക്കിയിട്ടാണ് ആംബുലൻസ്. എന്നാലും അവിടെ എത്താൻ പറ്റി. ഡോക്ടർ വെയിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി. അവർ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, എവിടെയാണ് നിങ്ങളെവിടെ. കൊടകര കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് നെഞ്ചു പൊളിയണ വേദന. അത്രയും നേരം പുറം വേദനയും കൈത്തുമ്പായിരുന്നു വേദന. കൊടകര കഴിഞ്ഞപ്പോൾ നെഞ്ചു പൊളിയണ വേദന, ആൾക്ക് പറ്റണില്ല. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഒരു കൊന്ത ചേട്ടൻ്റെ കഴുത്തിൽ, ആ കൊന്തം പിടിച്ചുകൊണ്ട് ചേട്ടൻ കൊടകര കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എങ്ങനെ കാത്തേക്കണേ. അങ്ങനെ ഒരു കണക്കിനെത്തി വന്നപ്പോൾ തന്നെ ഡോക്ടർ കയറ്റി. ഒരു വശം ഫുള്ള് വെയിൻ കാണാത്ത വിധത്തിൽ ഫുള്ള് ബ്ലോക്കായിരുന്നു. വന്നപ്പോൾ തന്നെ ആൻജിയോഗ്രാം ചെയ്ത് സ്റ്റെൻറ്റ് ഇടാൻ പറ്റാത്ത സ്ഥലവും ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് ഫുള്ള് മാതാവിൻ്റെ ഇടപെടൽ ഡോക്ടറിലൂടെ ശരിക്കും പ്രവർത്തിച്ചതാണ്. ഫുള്ള് ക്ലീനായി. അത് കഴിഞ്ഞ് പിറ്റേ സൈഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ആവ്, ഞാൻ ഇനി സ്റ്റെൻറ്റ് ഇടാൻ പറ്റാത്ത സ്ഥലം തന്നെയാണ് ഇപ്പുറത്തെ വശത്തും. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ICUവിൽ ആദ്യം ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഈ തൈലം ആദ്യം പുരട്ടിയത്, തൈലം കൈമേ നെറ്റിയിലും തൈലം ഉപ്പും തേനൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ആൾ ഇമ്പ്രൂവായി, കുഴപ്പമൊന്നുമില്ല. വാർഡിലേക്ക് മാറ്റി. വാർഡിലേക്ക് ICUവിൽ അവർ കാശ് രൂപ ഇടിക്കില്ല. ഞാൻ വാർഡിലേക്ക് മാറ്റിയപ്പോൾ കാശ് രൂപ ഇടിച്ച്. പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ അവർ ഡെയിലി ബ്രെഡ് എന്നും ഞാൻ യോഗ ചെയ്തിടും. മാതാവി അടുത്ത വർഷം 16-ാം തീയതിയാണ് വീണ്ടും ആൻജിയോഗ്രാം പറഞ്ഞേക്കണേ. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്, നീ ഇവിടേക്ക് കയറാനിട വരുത്തരുത് മാതാവേ. ഞാൻ കൊടുത്തിരുന്ന വാക്ക് ഈ ആൾത്താരയിൽ കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിനെ സാക്ഷ്യം പറയും, ഞങ്ങളെന്നും കുടുംബം മൊത്തം ഉടമ്പടിയിലായിരിക്കും. അതാണ് ഞാൻ കൊടുത്ത വാക്ക് മാതാവിന്. അങ്ങനെ 16-ാം തീയതി വീണ്ടും പിന്നെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും ഞങ്ങൾ ഇവിടുത്തെ ധ്യാനവും അച്ഛൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഭർത്താവ് കൂടുതൽ വിശ്വാസത്തിലേക്ക് വളരാൻ തുടങ്ങി. അങ്ങനെ 16-ാം തീയതി ഞാൻ ടൈപ്പ് ചെയ്ത് ഇന്നെൻ്റെ ഭർത്താവിന് ആൻജിയോഗ്രാം ചെയ്യണം, ഒരു കുഴപ്പമുണ്ടാവരുത്. അങ്ങനെ 16-ാം തീയതി ചെയ്തു. പിറ്റേ വശത്തെ ഡോക്ടർ പറഞ്ഞു ഞങ്ങളെ വിളിച്ച് കാണിച്ചെന്നു, വെയിനൊക്കെ തുറന്നേക്കണ്. പിന്നെ ഡോക്ടർ ആദ്യം വന്നിടയ്ക്ക് ചോദിച്ചത് എങ്ങനെ നിങ്ങൾ ഇത്ര നാളും ജീവിച്ചു. ഞങ്ങൾ ജീവിച്ചത് എൻ്റെ ഭർത്താവിന് ഞാൻ എന്നും നെറ്റിയിൽ, നെഞ്ചത്ത്, പുറകിൽ ഇവിടെയാണ് വേദന. 3 വശത്ത് ഞാൻ ഈ ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത്. അങ്ങനെ ഡിസ്ചാർജായി വന്നു. വലിയൊരു സാക്ഷ്യമാണിത്, എൻ്റെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച സാക്ഷ്യം. അതുപോലെ 2.5 മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു. ആ സമയത്തൊക്കെ ആൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വളരാനും ഉടമ്പടി ധ്യാനം ഇങ്ങനെ അച്ഛൻ്റെ എല്ലാ ഇതും കേൾക്കുകയും സാക്ഷ്യങ്ങളും എല്ലാവരും കൂടുതൽ വിശ്വാസത്തിലേക്ക്. ഞങ്ങൾക്ക് ഒരു പട്ടിണി ഒന്നും ഉണ്ടായില്ല. പലരിലൂടെയും മാതാവ് കാശായിട്ടും സാധനങ്ങളായിട്ട് അയൽവക്കാരിലും സ്വന്തക്കാരിലൂടെ ഒരു കുറവില്ലാതെ ഞങ്ങൾ ഇന്നേ വരെ നല്ല ഇതായിട്ട് കൊണ്ടുപോയി അമ്മ മാതാവ് ഈശോയും. അങ്ങനെ പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ കുർബാന സ്വീകരണമായിരുന്നു 2023 ഏപ്രിൽ 27-ാം തീയതി. അപ്പോൾ ഞങ്ങൾ 20-ാം തീയതി ക്ഷണിക്കാനായിട്ട് ചേട്ടൻ്റെ വീട് കൃഷ്ണൻകോട്ടയാണ്. അവിടെ പോയപ്പോൾ ക്രിസ്തുരാജ പള്ളിയുടെ അവിടെ വെച്ച് പൾസർ വണ്ടിക്ക് 2 ചെറുപ്പക്കാർ കുടിച്ച് വന്നിട്ട് വലിയൊരു അപകടമായിരുന്നു. ഞങ്ങളുടെ വണ്ടിയും കൂടി കൂട്ടിയിടിച്ചിട്ട് തെറിച്ച് വീണ്. ആ സമയത്ത് എൻ്റെ മോള് കാല് കുത്തണ്ടായില്ല. എല്ലാവരും ഏർപ്പാടാക്കി ഫുഡും ഡ്രസ്സ് എടുത്ത് ക്ലാസ് ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട്. ഞാൻ അപ്പം എപ്പോഴും എൻ്റെ ഉടമ്പടി തൈലവും ഇതൊക്കെ ഉണ്ടാവും. ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എൻ്റെ മോളുടെ ഭംഗിയായിട്ട് നടക്കണം, ഞാൻ അവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമേന്ന് പറഞ്ഞു. അന്ന് തൈലെടുത്തണ്ടായില്ല. ഞാൻ മോന് വേഗം വിളിച്ചു. ഞങ്ങൾ 3 പേരായിരുന്നു. മോനോട് പറഞ്ഞു മോൻ വേഗം തൈലം കൊണ്ടുവരണം, ഉപ്പ് കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ എത്തണേക്ക് മുന്നേ അവൻ വന്നു ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഡോക്ടറെ കാണേക്ക് മുന്നേ ഞാൻ ഈ തൈലം പുരട്ടി ഉപ്പ് കഴിച്ച് ഞങ്ങൾ 3 പേരും. അങ്ങനെ ഡോക്ടർ ഞാൻ പറഞ്ഞു മാതാവ് ഇപ്പം തന്നെ ഞങ്ങൾ വിടണേ മാതാവേ, പരിപാടി ഭംഗിയായിട്ട് നടക്കണം. അപ്പം തന്നെ ഞങ്ങളെ വിട്ട് ഒരു ബാൻഡേജ് ചുറ്റാൻ കൊടുത്ത് ഒരു കുഴപ്പമുണ്ടായില്ല. പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്ന്. പിന്നെ എൻ്റെ മോൻ്റെ SLCയുടെ വിജയമാണ്. അവനെങ്ങനെയെന്ന് വെച്ചാൽ ഫോൺ അഡിക്ഷനായിരുന്നു. യൂട്യൂബും ഇതൊക്കെ എപ്പോഴും കാണും. കളിപ്രാന്തനായിരുന്നു. എപ്പോഴും കളിക്കാനും പഠിക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും അത്ര ഇതുണ്ടായില്ല. 8-ാം ക്ലാസ്സിൽ വെച്ചൊക്കെ എൻ്റെ മോൻ മോശമായിരുന്നു. ടീച്ചർ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് എൻ്റെ മോൻ്റെ SLCയുടെ ഇത് വെച്ച് ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഉടമ്പടി കാശ് രൂപം ഇട്ട് വെച്ച് പ്രാർത്ഥിച്ചു, മാതാവ് ഒരു മാർക്ക് അവന് കൊടുക്കണം. അങ്ങനെ തൈലം വെറ്റി ഞാൻ എൻ്റെ മോനെ വിട്ട്. അവന് റിസൾട്ട് വന്നപ്പോൾ തൈലം കൊടുത്ത് വിട്ടുണ്ടായി. പിന്നെ പേനേമ ഞാൻ തൈലം വെറ്റിയുണ്ടായി, ഉപ്പ് കൊടുത്തു, തേൻ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോന് 9A+ 1 A കിട്ടി. അവൻ കുറേ മാറി. അവൻ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അവൻ എല്ലാ കാര്യത്തിലും ആക്റ്റീവായി. എല്ലാ പരിപാടികളായാലും സ്പോർട്സ് ആയാലും പിന്നെ നാടകം ഓരോ പരിപാടികൾക്കായാലും എല്ലാ കാര്യങ്ങൾക്കും ഡാൻസ് എല്ലാത്തിനും അവൻ്റെ പേടിയൊക്കെ മാറി. അങ്ങനെ പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. മാള ടൗണിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ അവർ ഡെയിലി ബ്രെഡിൻ്റെ സ്റ്റാറ്റസ് ഇടും, സാക്ഷ്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടും.
പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, മാള ഹോസ്പിറ്റലിൽ. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു CIDP രോഗമുള്ള ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ അടുത്ത് ഇടയ്ക്ക് പോകും. അമ്മച്ചിക്ക് കുളിപ്പിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ തേച്ച് കുളിപ്പിക്കുമായിരുന്നു. അതിന് ഇഷ്ടം അതാണ്, കിടപ്പായിട്ട്. അപ്പോൾ പിന്നെ 3 വൃദ്ധസാധനങ്ങളിൽ ഞാൻ പോകുമായിരുന്നു, കുളിപ്പിക്കും. അമ്മമാരുടെ അമ്മമാരുടെ റൂം അടിച്ച് തുടയ്ക്കും, നഖമൊക്കെ വെട്ടി കൊടുക്കും. അങ്ങനെ പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ, മുന്നേ ഞാൻ ജോലി ഉണ്ടായപ്പോൾ ദശാംശം കൊടുക്കില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ദശാംശം കൊടുക്കുമായിരുന്നു. അങ്ങനെ ആത്മീയ ജീവിതത്തിലായാലും പ്രാർത്ഥനയിലും കൊന്തയിലും ആദ്യമൊന്നും എനിക്ക് ഇത്ര ഭക്തി ഉണ്ടായില്ല. കുർബാനയ്ക്ക് പോകില്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്, കൊന്ത എത്തിക്കുന്നുണ്ട്. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാനീശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെബ. ഞാൻ ഇപ്പോൾ UAE നിന്നാണ് വരുന്നത്. സ്ഥലം പാവറട്ടി, തൃശ്ശൂർ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 8-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പുതുക്കാനായിട്ട് വരാൻ സാധിച്ചിരുന്നില്ല. ആ ഇടയ്ക്ക് എൻ്റെ ജോലിയിലുണ്ടായ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും പുതുക്കാനായി വന്നത്. 2025 ഏപ്രിൽ മാസമാണ് ഞാനിവിടെ പുതുക്കാനായി വന്നത്. ഞാൻ നാട്ടിൽ 6 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീച്ചറാണ്. ഞാൻ സ്പെഷ്യലി ഡിസേബിൾഡായ കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രൊഫഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 6 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കുട്ടികൾക്ക് വേണ്ടിയൊന്നും ചെയ്യാനോ എൻ്റെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രെസ്സും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ഞാൻ ഈ ജോലി ഇവിടെ നിന്ന് മാറി പുറത്തേക്ക് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹമായിട്ടാണ് ഇവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. ഞാൻ BEd കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പുറത്ത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ദുബായിലേക്ക് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാനായി ഏപ്രിൽ വന്നു. ഉടമ്പടി പുതുക്കി തിരിച്ചു പോയതിനു ശേഷം ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഡേറ്റ് 8 എന്ന ഡേറ്റിൽ തന്നെ പിറ്റേ മാസം മെയ് മാസം 8-ാം തീയതി എനിക്ക് ദുബായിൽ പോകാനായിട്ടുള്ള വിസിറ്റിംഗ് വിസയും ടിക്കറ്റും എടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ അങ്ങനെ അവിടേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷവും ഞാൻ 3 മാസവും അവിടെ ഓഗസ്റ്റിൽ സ്കൂൾ പൂട്ടുന്നതിന് മുൻപായിട്ട് എവിടെയെങ്കിലും ജോലി ശരിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് അവിടെയും പോയിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂവിനെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടും എനിക്ക് ജോലിയിലൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോയിരുന്നതെല്ലാം ഇന്ത്യൻ സ്കൂളുകളിലായിരുന്നു കൂടുതൽ ഇൻ്റർവ്യൂ കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ചും അതുപോലെ ഡെമോ ക്ലാസ് എടുത്തും ഒക്കെ ചെയ്തിട്ടും എനിക്ക് അവസാനമാകുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ജോലി കിട്ടാതെ വരുന്നൊരവസ്ഥയായി. ഞാൻ ആഗ്രഹിച്ച ആൾക്കാർ ഇന്നൊന്നും എനിക്കൊന്നും ഒരു സഹായം അവിടെ നിന്ന് ലഭിച്ചില്ല. ഞാൻ അങ്ങനെ ആകെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാരണം ഞാൻ വളരെ വിഷമത്തിലായി. 3 മാസം കഴിയാറായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും എനിക്ക് തീരെ വിസ പുതുക്കണം, നാട്ടിലേക്ക് തിരിച്ച് വരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. ജോലി ശരിയാകുന്നില്ല. അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം അവിടെ ഓൺലൈനിൽ മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാൻ വളരെ സങ്കടപ്പെട്ട് ഞാൻ കരയുന്നുണ്ടെങ്കിലും സൗണ്ട് പുറത്ത് വരുന്നില്ലെങ്കിൽ ഞാൻ അലറിയാണ് ഞാൻ കരയുന്നത്. അത്രയും വിഷമത്തിൽ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു തീരുമാനം നീ ഇന്ന് തരണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞു. അന്ന് ഞാൻ ആ ചൊവ്വാഴ്ച ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മുൻപ് CV കൊടുത്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അവളെന്നോട് പറഞ്ഞു, എനിക്ക് ജോലി സ്ഥലത്ത് നിൻ്റെ CV ഞാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ നിന്നെ അവർ വിളിക്കും, നീ അതിൻ്റെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രതീക്ഷിക്കാതെ തന്നെ അവർ ആ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അതുവരെ ഇൻ്റർവ്യൂവിന് പോയതെല്ലാം ദുബായിലായിരുന്നു. അബുദാബിക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ വിളിച്ച സ്കൂൾ അബുദാബിയിലായിരുന്നു. മാത്രമല്ല അതൊരു ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളായിരുന്നു. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കാതെയാണ് എനിക്ക് ആ കോൾ അവിടെ നിന്ന് വന്നത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും എനിക്ക് അറിയില്ല ഞാൻ ആദ്യം അവിടേക്ക് പോകുന്നെങ്കിൽ, എനിക്ക് അവിടെ ആരും പരിചയമില്ലെങ്കിലും ഞാൻ പോകുന്ന സമയത്തെല്ലാം മാതാവ് ഉടമ്പടി എടുത്ത പല വ്യക്തികളെയും പരിചയപ്പെട്ട് എനിക്ക് പോകാനും വരാനൊക്കെ സൗകര്യം ഒരുക്കി തന്നു. ഞാൻ അവിടെ എത്തി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കയറുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇത് ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളാണ്, നല്ല ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളെ, എനിക്ക് അത്ര വലിയ ലാംഗ്വേജ് ഫ്ലുവൻസി സ്പീക്കിങ്ങിലില്ല. പക്ഷേ എന്നാലും ഞാൻ അതിന് മുൻപായിട്ട് ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് സ്കൂളിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ ഉടമ്പടി തേൻ കഴിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് മുൻപ് ഹാളിൽ കയറിയത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് അതിനെല്ലാം ആൻസേഴ്സ് പറയാൻ സാധിച്ചു.
ഞാൻ മാതാവിനോട് പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞിരുന്നു, മാതാവ് എനിക്ക് ഏത് ജോലിയാണ് കിട്ടുന്നത്, ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയ ഡ്രസ്സ് ഇട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, അതോ ഞാൻ എന്നീ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് മാതാവിന് മുമ്പിൽ. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. പക്ഷെ അവരെന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, കാരണം അവിടെ ADK എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടിയാലാണ് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്, ചിലപ്പോൾ കിട്ടില്ലാതിരിക്കാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യ്, അവരറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മുൻപുള്ള ഒരു ടീച്ചർ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്തിട്ടും ഈ അപ്രൂവൽ കിട്ടാത്ത കാരണം കൊണ്ട് ആൾ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ ഇത് കിട്ടുമോ എന്നൊരു സംശയത്തിലായി വീണ്ടും. പക്ഷേ എന്നാലും വീട്ടിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞു, മാതാവേ എനിക്കിത് നടത്തി തരണമെന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു ഞാൻ സെപ്റ്റംബർ 8-ാം തീയതി അങ്ങനെ ഡേറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല. സെപ്റ്റംബർ 18-ാം തീയതി എനിക്ക് ADKൻ്റെ അപ്രൂവൽ കിട്ടി, എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ ഒട്ടും വിചാരിക്കാതെ ഞാൻ ആഗ്രഹിച്ച പോലെ ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിൽ ഒരു സെൻറ്റ് ടീച്ചറായിട്ട് ഞാൻ ആഗ്രഹിച്ച സാലറിയിൽ മാതാവ് എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അതൊരിക്കലും എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം കിട്ടിയൊരു ജോലിയാണ്. അതുപോലെ ഞാൻ ഈ 3 മാസത്തിലെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ തനിച്ചാണ്. എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് സഹനങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് ഉടമ്പടിയിലെടുത്തതും മാതാവിനോട് എടുത്തതും ഈ സമയത്താണ്. എനിക്ക് അങ്ങനെ ഉടമ്പടി പത്രവും കാശുരൂപവും മാത്രമാണ് അവിടെ ആശ്രയം ഉണ്ടായിരുന്നത്. എനിക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് ഞാനത് ഉടമ്പടി പത്രത്തിനുള്ളിൽ വെച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ പള്ളി പോകാനായിട്ട് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല ചൂടാണ് അവിടെ. എനിക്ക് ചില സമയത്ത് പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരുപാട് ദൂരം നടന്നിട്ടായാലും ഞാൻ കുർബാന മുടക്കാറില്ല. ആത്മീയമായിട്ട് ഒരുപാട് ഒരുങ്ങി കുർബാന സ്വീകരിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും സാധിച്ചു. അതിനിടയിൽ എനിക്ക് ഓഫർ ലെറ്റർ വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായത്, ഞാൻ അവിടെയാണെങ്കിലും കൃത്യമായിട്ട് 5:30 എഴുന്നേറ്റ് ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡെയിലി ബ്രെഡ് എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് അച്ഛൻ ഒരു ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ദിവസത്തിനുള്ളിൽ വിസ പ്രശ്നം മാറി ജോലി കിട്ടുന്ന ഒരു സന്ദേശം പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് ആയിരിക്കും എന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ എനിക്ക് ആ ദിവസത്തിനുള്ളിൽ തന്നെ ജോലിയുടെ കാര്യം ശരിയായതു. അതേപോലെ 5:30 ഇതുപോലെ ഞാൻ എല്ലാ പ്രയറും ചെയ്യുമ്പോഴും എൻ്റെ റൂംമേറ്റ്സ് പറയുമായിരുന്നു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിനക്കിത് കിട്ടില്ല, നീ അവരെന്നോട് വേറൊരു കാര്യം ചെയ്യാനായിട്ട് വേറൊരു ആരാധനയുടെ കാര്യം പറഞ്ഞു, നീ അതുപോലെ ചെയ്ത് എനിക്ക് ജോലി കിട്ടുന്ന അവരെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചത് എൻ്റെ മുൻപിലാണ്, എന്നെ നാണം കെടുത്തരുത്. അവരെന്നോട് പറഞ്ഞത് വെള്ളിയാഴ്ച സ്ഥലത്ത് പോകാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് എനിക്കൊരു ഉത്തരം നീ തരണം, അതിന് മുൻപ് നീ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ തരണം എന്ന് പറഞ്ഞു. അതേപോലെ ആ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ആഴ്ചയിൽ ബുധനാഴ്ച എനിക്ക് മാതാവ് എൻ്റെ ഓഫർ ലെറ്റർ തന്നു ജോയിൻ ചെയ്യാനായിട്ട്. എനിക്ക് ജോയിൻ ചെയ്യാൻ സെപ്റ്റംബർ 18-ാം തീയതി സാധിച്ചു. അതേപോലെ തന്നെ എൻ്റെ ആത്മീയ മേഖലയിൽ ഒരുപാട് ഉന്നതി ഉണ്ടായ പോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫീൽഡായതുകൊണ്ട് എനിക്ക് കുട്ടികളെ അറിയാൻ സാധിക്കുമായിരുന്നു. പല ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എനിക്കറിയാം, ഡിസേബിളായ കുട്ടികളായാലും പല പ്രശ്നമുള്ള സാമ്പത്തിക കുട്ടികളൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ അവരെ കണ്ടെത്തി അവർക്ക് എന്നെക്കൊണ്ടാവുന്ന പോലെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ പത്രം വാങ്ങിയ പൊതുസ്ഥലങ്ങളിലെല്ലാം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ പോയതിനു ശേഷം എനിക്ക് പുറമേ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കറിയുന്ന ആൾക്കാർ റൂംമേറ്റ്സിലൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്നെ പറ്റുന്ന പോലെ ഭക്ഷണം കൊടുത്തൊക്കെ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി. ഞാൻ അതിൽ മാതാവിൻ്റെ വരുന്ന സാക്ഷ്യങ്ങളും ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു അക്കൗണ്ട് വഴിയായിട്ട് കറക്റ്റായിട്ട് അതിൽ പോസ്റ്റ് ഇട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ ജോലി കിട്ടി കഴിഞ്ഞാൽ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ എത്ര ബുദ്ധിമുട്ടായാലും ഞാൻ വന്ന് ഇവിടെ ഡിസംബറിൽ സാക്ഷ്യം പറയാൻ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് വരാൻ ഈ സമയത്ത് ടിക്കറ്റ് ഭയങ്കര റേറ്റാണ്, വരാൻ പറ്റില്ലാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ ജൂണിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് PCOD അസുഖം മുൻപുണ്ടായിരുന്നു, അത് ഇവിടുത്തെ തേൻ ഉപയോഗിച്ച് മാറിയതായിരുന്നു. പക്ഷേ എനിക്ക് ആ മാസം അറിയാതെ പെട്ടെന്ന് വീണ്ടും ബ്ലീഡിങ് കൂടി നിൽക്കാത്ത അവസ്ഥ. ഞാൻ അവിടെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല, നാട്ടിൽ വന്നേ പറ്റുന്നൊരവസ്ഥയിലായി. ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, നീ എനിക്ക് ഈ അസുഖം മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് നിന്നു. അതുപോലെ ഇങ്ങോട്ട് വരുന്ന യാത്രയും ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ സാലറിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരാനായിട്ട് ഒരു ജോലി തന്ന മാതാവിനെ ഒരുക്കി. ഞാൻ ഓഗസ്റ്റ് മാസമൊക്കെ അവസാനമാകുമ്പോൾ ഞാൻ ജോലി കിട്ടാതെ എന്താവസ്ഥയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇരുന്നിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഒരു ജോലി കിട്ടി എന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട്
മാതാവിന് മുമ്പിൽ നിർത്തിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.